സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഹാർഡ് കോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹാർഡ് കോർ എപ്പിസോഡ് നമ്പർ 1 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. കാലങ്ങൾക്ക് ശേഷം കണ്ടേന് ഇപ്പോൾ വളരെയധികം സന്തോഷം. ഞാൻ കാലങ്ങൾക്ക് ശേഷം ഇറക്കുകയും ചെയ്യും. ഏകദേശം അറൗണ്ട് ഒരു 2 മാസമായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങിയല്ലേ കൊണ്ടു അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ റോഡ് ടു 50 ആണ്. ഇപ്പം എന്താ അറൗണ്ട് 48 എന്തായിട്ട് ഉള്ളത് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, അപ്പോൾ അത്ര അതിനോട് പറയാം. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ലൈക്ക് പഠിക്കുക. അപ്പോൾ നമുക്ക് കളിക്കാം. ഫസ്റ്റ് നമുക്ക് മരം വെട്ടി തുടങ്ങാം. അതാണ് കുറച്ച് നല്ലതെന്നൊക്കെ തോന്നുന്നത്. മരം വെട്ടുക, പിന്നെ ഫുഡ് ഒപ്പിക്കുക, പിന്നെ ഒരു ചെറിയ ബേസ് ഉണ്ടാക്കണം തോന്നുന്നു ഈ എപ്പിസോഡിൽ. അല്ലെങ്കിൽ ബേസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാം. ബേസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇത് ഹാർഡ് കോറാണ്. ചാവാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ വയ്ക്കുമെന്ന് അറിയില്ല, കാരണം ഞാനൊക്കെ കളിക്കണേ. അപ്പോൾ ഈ മരം വെട്ടി കഴിയട്ടെ. എന്നിട്ട് അതിൻ്റെ ഒപ്പം വേണം നമുക്ക് എന്താ പറയുക, ക്രാഫ്റ്റിംഗ് ടേബിളും ടൂൾസും സ്റ്റോണേജും എല്ലാതും ആവണം. ഇനി നമുക്ക് ഈ മരം ഫുള്ളെടുത്ത് ഓക്ക് പ്ലാങ്ക് ആക്കാം. ഇനി പ്ലാങ്ക് നമുക്ക് എടുത്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി നമുക്ക് വെച്ചിട്ട്, അയ്യോ എന്തേ അടിച്ചു പോയാ PC? പോയിട്ടില്ല, ചെറുതായിട്ട് ഫ്രെയിം സ്റ്റെക്കായി തോന്നുന്നു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഉള്ള സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊരു വുഡൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കാം, കാരണം ഞാൻ മുന്നിലെന്തോ റവീൻ മാതിരി എന്തോ കണ്ടു. റവീൻ തന്നെയാണ്. അതെ, റവീനൊന്നല്ല, ഒരു കേവാണ്. അപ്പൊ നമ്മക്ക് ഇന്നുള്ള സംഭവങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന എനിക്ക് തോന്നണേ. അപ്പൊ ഞാൻ ഇവിടെ നൈസിനൊന്ന് ഇറങ്ങാൻ എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് എവിടേക്ക് പോകണം, അങ്ങനെ ഒരു തോട്ടും കൂടി. ഗൈസ്പരം ചാടിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വടിയല്ലേ ഹാർട്ട് ഏതേലൊന്നും ആയിരുന്നു. അത്രക്ക് ഉയരത്തുനിന്നാണ് നമ്മൾ വീഴാൻ പോയത്. ഇനി നമ്മക്ക് ഏകദേശം വീഴല്ലേ, നമ്മളെന്തീ വീണ് 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 പോണേ. അടീക്കല്ല, മേലക്കോ. അവിടെ വാട്ടർ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വാട്ടർക്ക് ചാടുകയാണെങ്കിൽ നമ്മക്ക് പിന്നെ കൂടി സേഫ്റ്റി ഉറപ്പാക്കാമായിരുന്നു. ഇനി എന്തായാലും ഇന്ത്യാനെ പോയോ ഒക്കെ, വീഴാണെങ്കിൽ വീഴട്ടെ. ഞാൻ പേടിച്ചു വീണു ചിട്ട്. അയ്യോ, കോപ്പറാണല്ലോ. ഈ കോപ്പർ എന്തായാലും നമ്മൾ മെയിൻ ചെയ്യേണ്ടി വരും, കാരണം ഈ കോപ്പറുള്ള അടി വരെ ഉള്ളത്. അയ്യോ അയ്യോ, എൻ്റെ സെറ്റ് ഇനി വീണോ? ഇല്ല, ജസ്റ്റ് മിസ്. നമുക്ക് ഇങ്ങനെ നിന്ന് നോക്കാമല്ലോ. അയ്യോ, ഇപ്പം എങ്ങാനും ക്രൗച്ച് ചെയ്തല്ലേ ഇപ്പം നമ്മൾ അടിയിൽ വീണീന്. എൻ്റെ സൈറ്റ് ഉള്ളു ഇനി ഇവിടെ. ഞാൻ എൻ്റെ സൈറ്റ് അവിടുത്തെ വലിച്ചെറിയട്ടെ. എൻ്റെ സൈറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി നമുക്ക് അടിക്ക് ഇങ്ങനെ മൈൻ ചെയ്ത് പോകണം, കാരണം നമുക്കത് അത്യാവശ്യമാണ്. ഞാൻ ഈ മൈനിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കാന്നുള്ള കാര്യം മറന്നുപോകും. ഞാൻ വേറെ എന്തൊക്കെയാ ആലോചിച്ചിട്ടിരിക്കുക. കാലങ്ങളൊക്കെ വെച്ചാൽ റെക്കോർഡ് ചെയ്യണോണ്ടൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഈ റെക്കോർഡ് ചെയ്ത ടൈമിനെ ഇത് പഠിക്കരുന്നു ഞാൻ. അല്ല പിന്നെ കളിച്ചടക്കൊന്നുമല്ല. പിന്നെന്താന്ന് വെച്ചാൽ സ്കെലിട്ടൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അടിക്ക് പോകണേ. എനിക്ക് ഇപ്പം തന്നെ ചാവാൻ ആഗ്രഹവുമില്ല. ഇനി നമ്മൾ ഇവിടെ എത്തി. ഇനി നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്ത് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. നമ്മൾ സ്റ്റോൺ പിക്കാക്സ് വെച്ചിട്ട് കുറച്ച് അയേൺ കളക്ട് ചെയ്യുക. ഈ കിട്ടിയ അയേൺ വെച്ചിട്ട് നമുക്കിന്ന് ഒരു ഷീൽഡും ഉണ്ടാക്കണം. പിന്നെ വേറെ പല ബേസിക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് കുറച്ച് സ്റ്റോണും എടുക്കണം, എന്നിട്ട് വേണം നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാൻ. എന്തായാലും വുഡൻ പിക്കാക്സ് കയ്യിലിരിക്കല്ലേ, ഇതും പാടിയും പൊട്ടിക്കോട്ടെ. എന്തായാലും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തല്ലേ, വെറുതെ യൂസ്ലെസ് ആക്കി വെക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇത് ഉപയോഗിക്കണേ. അപ്പോൾ ഇതൊന്ന് 2x കാണി. വീണ്ടും നമുക്ക് അയൺ കിട്ടി. അപ്പം നമ്മൾ ഈ അയണും വീണ്ടും പൊട്ടിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മള് മൈൻ ചെയ്തിട്ട് മേലോട്ട് കയറി. ഇത് നമ്മളെ പിക്കാക്സ് അങ്ങനെ പൊട്ടിയിട്ടില്ല. അപ്പോൾ പിക്കാക്സ് പൊട്ട എന്തായാലും 50 കല്ലേലും മൈൻ ചെയ്യേണ്ടി വരും നക്കൊന്നിന്. ഇതും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ, അങ്ങനെ പൊട്ടുകയാണെങ്കിലോ. അല്ലെങ്കിൽ വേണ്ട, ഇനി ഇപ്പം പോയിക്കോട്ടെ. അയ്യോ ഞാൻ വുഡ് എടുത്തിട്ടാണ് പറഞ്ഞ്. അയ്യോ, വുഡ് കളയാൻ പറ്റില്ല, വുഡ് ഇപ്പം അമൂല്യാണ്. ഇപ്പം നമ്മള് കേവിലാക്കണത് അല്ല ഇത്. ഓ ഗൈസ്, അടുത്തായി ഇതിനാ കണ്ടിരുന്നില്ല. ഇനി നമുക്ക് ഇത് മൈൻ ചെയ്യാം.
നമ്മളിന്ന് അയൺ ഇപ്പൊ തന്നെ അയണേജ് ആവും എന്നൊക്കെ തോന്നുന്നു. ഞാൻ ഹിസ്റ്ററി പഠിച്ചിട്ടേ ഇപ്പൊ എന്താ പറയുക സോഷ്യൽ കുറിച്ചൊക്കെ പറയണ്. സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ ഒന്ന് തന്നെയാണ്. ആ സോഷ്യൽ വിടണേന് ജോഗ്രഫിയും അതും ഇതും ഒക്കെ ആ തഗ്ഗില് പറഞ്ഞേന്. ഇനി നിങ്ങൾ മെയിൻ ആക്കണ്ട. ഇനി നമുക്ക് ഇതുമ്പാടിയും പൊട്ടിക്കാം. നമ്മളെ പിക്കാക്സ് പൊട്ടി. എന്തായാലും ഇവിടെ വെറുതെ കടക്കണില്ല. ഗൈസ് നൈറ്റ് ആവാനായോ? ഇത്രയും ടൈം നമ്മളെന്താ കാട്ടി ഇത്ര പെട്ടെന്നോ? എന്തു ചെയ്യും? അപ്പൊ നമുക്ക് കിട്ടണ അയ്യണക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കാം. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്റ്റോൺ മൈൻ ചെയ്തില്ലേ ഒരു കേവ്, ആ കേവിൽ കയറി നമുക്ക് കേവല്ല നമ്മളാക്കി എടുത്തില്ല ഒരു കേവ് അതിൽ കയറാം. അതാണ് നല്ലത്. സ്കെൽട്ടന്റെ സൗണ്ട് അപ്പൊ നല്ലപോലെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കയറി നമുക്ക് ഹാർഡ് കോർ രക്ഷിക്കാം. സോ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കട്ടെ. എല്ലാ സാധനം നമുക്ക് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണ്. ഇതാ 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 ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാ ഇവിടെയും കൂടി നമുക്ക് നമ്മൾ ഇൻവെന്ററി തുറന്നിട്ട് തന്നെ ഒരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ടോർച്ച് ഇവിടെ ഒക്കെ പ്ലേസ് ചെയ്യാം. ഒന്ന് പ്ലേസ് ചെയ്തായി നമുക്ക് ഇവിടെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. നമുക്ക് ഇതുംപാടി അങ്ങോട്ട് മെയിൻ ചെയ്യാം. നമുക്ക് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ തുറന്നിട്ട് നമുക്കൊരു ഫർണസും പാടിയും ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഫർണസ് വെച്ചിട്ട് നമുക്ക് ഈ നമ്മളെ കയ്യിലുള്ള അയേണ് നമുക്ക് സ്മെൽറ്റ് ചെയ്യാനും വെക്കാം. ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്മൾ അയണേജ് ആവും. എല്ലാത്തിനുള്ള അയൺ ഉണ്ടോ ഇപ്പൊ നമ്മളെയൊക്കെ അറിയില്ല. നമ്മൾ എന്താ പറയാ ബേസിക് ടൂൾസിനാണെന്ന് ഉണ്ടാക്കട്ടെ. ഒരു ആക്സ്, ഒരു സോഡ് ഉണ്ടാക്കാൻ അളവും കൂടി ഇല്ലേ? അറിയാം കറക്റ്റ് അളവാണ് അടുത്തത്. ഇങ്ങനെയല്ലല്ലോ എൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെയാണ്. ടോർച്ച് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പൊ അല്ലാതെ നമ്മള് സോർട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിക്കണു. ഈ ഡേർട്ട് എന്തായാലും നമ്മൾ കളയാൻ പോണേന് എന്തായാലും ഇൻവെന്ററിൽ ഇരുന്നോട്ടെ. അധികം ഒന്നും ഇല്ലാത്തതല്ലേ. ഫുഡ് നമ്മളൊക്കെ എന്തായാലും ഇല്ല. ഞാൻ ഇനി ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഓ ഷീൽഡ് ഇല്ലെങ്കിലേ അടികൊണ്ട് ചാവും. പിന്നെ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടുക്കണു. അതുകൊണ്ടാണ് ഇപ്പൊ ഷീൽഡൊക്കെ ചെറുതായി കാണിക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിന്റെ മുക്കാല് ഭാഗം ഉണ്ടാവും. പിന്നെന്താ പറയാ ടൂൾസും ഒക്കെ ചെറുതായിട്ട് തന്നെ കാണുക. ഒന്നും ഓവർ സൈസിൽ കാണൂല. ഒക്കെ ഈ സൈസ് ഓവറായിട്ട് ഉണ്ടാവൂല. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എന്നാ നമുക്ക് സ്ക്രീനൊന്നും ഒരു അടിപൊളിയായിട്ട് കാണാം. ഈ അയണൊക്കെ നമുക്ക് സ്മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അയൺ ആർമർ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ 5 ഉണ്ട്. 5 കൊണ്ട് അപ്പൊ നമുക്ക് ഒരു ഹെൽമെറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. അടുത്ത ഇനി ചെസ്റ്റ് പ്ലേറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. പാൻറ് ഇല്ലേലും കുഴപ്പമില്ല. അയ്യോ ഇനി എത്ര ഉണ്ട്? 16 ഒക്കെ പാടിനുള്ള ഉണ്ടോ എന്നൊക്കെ അറിയില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കണം. ടൂൾസും പാടി ഉണ്ടാക്കണ്ടേ? അതെന്തായാലും നാളെയാവും. ഇനി ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ കഴിച്ച് നമ്മളെ അയണൊക്കെ സ്മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ട്. 16 അയണുണ്ട്. അപ്പൊ ഇനി നമുക്ക് അത് എടുക്കാം. ഒക്കെപ്പാടി ഒപ്പെടുക്കാം. നമുക്ക് ഇൻവെന്ററി സോർട്ട് ആക്കണം. അത് ഹൈ ലെവല് ക്വാളിഫൈഡ് ഒന്നുമില്ല ആക്കെ മറന്നാളാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കഴിച്ചിട്ട് ഇനി ഒന്ന് കുരക്കട്ടെ. കാരണം തൊണ്ടടങ്ങാക്കി. അപ്പൊ ഗൈസ് ഇപ്പൊ ഒന്ന് തൊണ്ട റെഡി ആയി തോന്നണം. ഇനി നമുക്ക് വീണ്ടും നമ്മളിപ്പോ എന്താ പറയാ ഹെൽമെറ്റ് മാത്രം ഉണ്ടാക്കിക്കണേ. ഇനി നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ഉണ്ടാക്കാം. ഒരു ലെഗിൻസ് ഉണ്ടാക്കിയ ബാക്കി 2 ഉണ്ടാവുക. നമുക്കൊരു ബൂട്ട് ഉണ്ടാക്കാം. എന്നാ ബാക്കി 5 ഉണ്ടാവും. ഇനി നമുക്ക് ഈ 5 വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം. കാരണം പിക്കാക്സ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും വാല്യുബിൾ സംഭവം കണ്ട അപ്പം മൈൻ ചെയ്യാം. നമ്മളെ ആദ്യത്തെ അയൺ പിക്കാക്സ് നമ്മളെ ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടാക്കിയിരിക്കണം. ഇതൊക്കെ നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റ് ആണ്. അതായത് പറഞ്ഞു വരുന്നത് നമുക്ക് എന്ത് വലുത് വരാനിരിക്കുന്നു എന്നാ. അതാണ് ഈ മൈൻക്രാഫ്റ്റ് നമ്മളത്ര സ്മൂത്ത് ആയിട്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. നമുക്ക് നേരം വെളുത്തൊന്ന് നോക്കട്ടെ. നൈറ്റ് തന്നെയാണ്. എന്തായാലും നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അങ്ങാനും എന്തേലൊക്കെ ഉണ്ടെങ്കിലാ. അയ്യോ അയ്യോ എവിടെ അയണൊന്നും കാണാല്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ലെഗിൻസ് കൂടി ക്രാഫ്റ്റ് ചെയ്യാമായിരുന്നു. അയൺ അയ്യ അയ്യ അപ്പൊ നമ്മള് എന്തായാലും ഇവിടെ ഇരിക്കാം. നമുക്ക് ആവശ്യം വരുമ്പോ പുറത്തിറങ്ങാം. ആവശ്യം വരിക വെച്ചാൽ നാളെ മോർണിംഗ് അപ്പത്തിന് നമുക്ക് കുറച്ച് ടോർച്ചും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള
ഫുഡില്ല കഴിച്ച് നമ്മളൊക്കെ ഒന്ന് നമ്മൾ ഫുഡ് ഇട്ടാവുന്ന. അപ്പൊ എന്തായാലും നാളെക്കൊന്ന് മേലക്കും പോകേണ്ടി വരും. ഫസ്റ്റ് മേലെ പോവുക, ഫുഡ് കളക്ട് ചെയ്യുക, പിന്നെ ഇതും. പിന്നെ നമ്മളെ ഇന്നത്തെ മെയിൻ ഗോൾ എന്താന്ന് വെച്ചപ്പോ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒരു ഫുൾ അയൺ ആർമർ ആവണം. കാരണം ഇപ്പൊ നമ്മൾ ഏകദേശം എത്തിയല്ലോ. ഇനി നമ്മള് ഫുൾ ആയില്ല എന്ന് പറയാച്ചാ ശേ അങ്ങനെയില്ലേ. അതായത് മോശം ആയില്ലേന്ന്. ഞാൻ ഇവിടെ എവിടോ ഇറങ്ങണ ടൈം ഗൈസ് മൈൻ ഷാഫ്റ്റും കിട്ടി. എന്തായാലും നമ്മള് ഇവിടേക്ക് ഇറങ്ങണില്ല, ഇവിടേക്ക് ഇറങ്ങിയാ പണി കിട്ടും. അതുകൊണ്ട് മാത്രം ഇവിടെ നമ്മള് റിഡ്രേറ്റ് ആകുന്നു. നമുക്ക് ഇതിയേനെ പോവാം. നമുക്ക് ഇങ്ങനെ മേലോട്ട് കയറി ഇങ്ങനെയായി ഞാൻ കുറെ ഒരു 2 അയൺ ഒപ്പിരിക്കണത് കണ്ടിരുന്നു. എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും ഒരു സ്കെലട്ടൻ നിൽക്കുന്നുണ്ട്. ഓനടിക്കാൻ നിന്നാ മിക്കവാറും അടി കൊള്ളും. നമുക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി സേഫ്റ്റിയാ. മോൺസ്റ്റർ 100 എന്നുള്ള നമുക്ക് അച്ചീവ്മെന്റ് കിട്ടി. ചെറിയ ഷീൽഡ് നമുക്ക് എങ്ങനെ കറക്റ്റ് ബ്ലോക്ക് ചെയ്യണ്ടെന്ന് ഐഡിയ ഇട്ടണില്ല. ഗൈസ് ഒന്നും നോക്കണ്ട, വിട്ടോ. ഇനി ഇവിടെ എന്നാ പണി ഉറപ്പാ. അപ്പൊ ഗൈസ് ഇവര് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ് ഇടുന്നാക്ക് തോന്നണി. വിട്ടാ മതി. ചാവട. ഇവലെന്താ ഗൈസ് ചാവാത്ത്? ഇവിടുന്ന് അളകാനും വയ്ക്കൂല. അങ്ങനെ ഒരുത്തൻ ഡൗണായി, 2 ആളും ഡൗണായി. അപ്പൊ നമ്മൾ അയ്യണ്ണ അവിടെ ഇരിക്കണെന്ന് കണ്ടുപിടിച്ചിരിക്കണു. ഇനി നമ്മളൊക്കെ എന്തായാലും ഫുഡ് ഇല്ല, അതുകൊണ്ട് നമ്മള് പുറത്തിറങ്ങണില്ല. കാരണം നമുക്ക് എങ്ങനെയും മാക്സിമം ഹീലാവണം. നമ്മളൊക്കെ ഒരു പോഷനും കൂടി ഇല്ല. എപ്പോഴൊന്ന് ഡേ ടൈം ആവുക ഞാൻ അപ്പൊ നോക്കിക്കണേ. ഇതൊന്നും ഉള്ളു കയറട്ടെ നീയും. അപ്പൊ നമ്മളൊക്കെ 2 അയ്യണ്ണ ഉള്ളത്. ഇനി നമുക്ക് കണ്ട അയ്യണ്ണ നമുക്ക് വേഗം മൈൻ ചെയ്തിട്ട് നമുക്ക് മേലോട്ട് തന്നെ പോകണം. അതിപ്പോ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഫുഡ് ഇട്ടാത് സഫിക്കേറ്റ് ആയി ചാവും ഈ വേൾഡിന്. അങ്ങനെ ചാവാൻ ആഗ്രഹമില്ല. അപ്പൊ ഗൈസ് എന്തായാലും മോർണിംഗ് ആവാൻ ആയിക്കോണെന്ന് എനിക്ക് തോന്നണി. അപ്പൊ നമുക്ക് നമ്മളെ ക്രാഫ്റ്റ് ടേബിളും പൊട്ടിച്ചിട്ട് പോവാം. എന്താണൊന്നും മേലേക്ക് പോവാത്ത എന്തായാലും നമ്മള് ഫസ്റ്റ് അയൺ എടുത്തിട്ട് പോവാ. അതാണ് ഒന്നുകൂടി നല്ല ഐഡിയ എന്നൊക്കെ തോന്നണേ. കാരണം ഒന്നും കൂടി നല്ലപോലെ ബ്രൈറ്റ് ആയിക്കോട്ടെ എല്ലാ സ്ഥലവും. അതിലിപ്പോ മേലെ പോയി ചാവണ്ട. ഏതാണ് ഈ അടിയിൽ നിന്ന് ചാവണ്ടത്. കേവ് നീ അത്തുന്നേലും പറയാം. അതാണ് ഞാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. സംഭവം കിട്ടി 1 2 3 4 5 6 7 8. ഇനി നമുക്ക് എന്താ പറയാ ലെഗിൻസ് ഉണ്ടാക്കാൻ ഒരു ടൂൾ ഉണ്ടാക്കാന്നൊക്കെ തോന്നുന്നത്. 8 എണ്ണം കിട്ടി. നമ്മളെ കയ്യിലിപ്പോ ഓൾറെഡി 2 എണ്ണം കൂടി ഉണ്ട് എന്നാ തോന്നണേ. അപ്പൊ ലെഗിൻസിന് 7 എണ്ണം, പിന്നെ എൻ്റെ ഒക്കെ 2 എണ്ണം ഉണ്ട്. ബാക്കി 3 എണ്ണം ഒരു ആക്സ് അല്ലെങ്കിൽ സോഡ് ഉണ്ടാക്കാം. അപ്പൊ നമ്മളെന്തായാലും ആ 3 എണ്ണം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ കോളും പാടി മെയിൻ ചെയ്യാം. കാരണം നമ്മളൊക്കെ കോള് കുറച്ച് ആവശ്യം ഉണ്ടല്ലോ ഇനി ടോർച്ച് ഉണ്ടാക്കാനും, പിന്നെ നമുക്ക് ഫുഡ് സ്മെൽറ്റ് ചെയ്യാനും. നമുക്ക് മേലേക്ക് പോവാ, കാരണം മോർണിംഗ് ആയിക്കണു. ഞാൻ ഇവിടെ ഒരു അയം കണ്ടീന്നു, അവിടെയാണ്. പക്ഷെ അവിടേക്ക് ബ്ലോക്ക് വെച്ച് കയറേണ്ടി വരും. ആണിപ്പോ ഞാൻ പോവാത്ത. അതിന് ചെറിയൊരു മടിയുണ്ട്. ആ ഒറ്റ അയ്യണിനായിട്ട് പോകണ്ടേ വെച്ചിട്ടാ. ഇവിടുന്ന് ഇങ്ങോട്ട് കേറി ഇത് ഇങ്ങനെ ആക്കി. ഇത് ഇവരെ മേലൊക്കെ ആക്കട്ടെ. ഡേർട്ട് നമുക്ക് ഡേർട്ട് വെച്ചിട്ട് ഇങ്ങനെ കേറി. ഒരു ആൻഡസൈറ്റോ 2 എണ്ണം എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ 2 എണ്ണവും ഇവിടെ അങ്ങനെ വെച്ച് നമുക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് മെയിൻ ചെയ്തെടുക്കാം. ഒറ്റൊന്നുള്ളൂ അതിനവൻ അത്ര കേറി. നമുക്ക് ഇതിപ്പോ എന്തിനൊക്കെ വെള്ളത്തിൽ കറക്റ്റ് വീഴുമെന്ന് അവനാപ ചാടിയ ഭാഗ്യം. ഗായ്സ് ഇപ്പൊ തന്നെ ഹാർഡ് കോർ വേൾഡ് പോയിന്ന് ഞാൻ വിചാരിച്ചു. ചത്തു എന്നാ പറയാൻ നിന്നു. ഇത്രക്ക് ലക്കില്ല എന്നും കൂടി മനസ്സിലായി. അപ്പൊ നമ്മൾ ആർമർ ഇല്ലെങ്കിലേ നമ്മളിപ്പോ കറക്റ്റ് ഡെഡായിന്. ആർമർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മള് രക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു പാസീവ് മോബിനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യണ ഒരു മോബിനെ കണ്ടാ നമ്മള് തിരിഞ്ഞ് അറ്റാക്ക് ആക്കൂല. അങ്ങോട്ട് എന്തിനുമാണ് ലാമനണ്ട് അടക്കം നമ്മൾ ഓടും.
ഇനി ലാമം ഒന്നുന്നാവും അല്ലെങ്കിൽ ഇതെവിടാ. ഓ ഷീപ്പ് ബെഡ് ഉണ്ടാക്കാനുള്ളതുമായി. വീണ മരിക്കും അത്രേ ഉള്ളു. വേറെ ഒന്നും ഓവറായിട്ട് പറയാനില്ല. അതാണിപ്പോ ഉള്ളിൽ വെച്ച സീനും. ഇതാ ഞമ്മക്ക് എവിടെ റോട്ടം ഫ്ലഷ് കണ്ടോ, ഇത് കഴിക്കാം. അപ്പൊ നമുക്ക് റോട്ടം ഫ്ലഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് 2 കോഴിമുട്ട ഉണ്ട്, അതും പാടി എറിയാം. എവിടെ നിന്ന് കഴിച്ചാൽ നമ്മളാ കേവ് നമ്മൾ വന്നേ അത് കേൾക്കണു. നമുക്ക് ഫർണസ് വെച്ച് സ്മെൽറ്റ് ചെയ്യൽ തുടങ്ങാം. അതിലിപ്പോ ഫുഡില്ലാതെ നമ്മള് ഒക്കെ ഒന്ന് റെഡിയാവും. നമുക്ക് ചിക്കൻ സ്മെൽറ്റ് ചെയ്യാം, അതൊന്നൊരു ഫാസ്റ്റിന്റെ സ്മെൽറ്റ് ആവും എന്നൊക്കെ തോന്നണത്. കാരണം ചെറിയ സാധനല്ലേ. ആവട്ടെ ആവട്ടെ, ഒന്നാമത്തെ പീസ് തന്നെ ആവട്ടെ. എന്താ കഴിച്ചാവത്ത് ആയി, എടുക്കും ചെയ്തില്ലേ, എടുത്തു. നമുക്ക് ഇതിൽ അങ്ങോട്ട് കഴിക്കാം. ഇപ്പൊ നമുക്ക് ഫുള്ള് ഹാർട്ടും ഇങ്ങനെ വരും. ഞാൻ ഒന്ന് കറങ്ങി പോട്ടെ, ഇനി എവിടെയൊക്കെ ഒന്ന് മോബുകളൊക്കെ ഉണ്ടെങ്കിലാ. സോറി ബ്രോ, നിനക്ക് ആക്സിഡന്റ് ആവാന വിധി. ഇനി നിങ്ങളും ലെറ്റ്സ് ഗോ. ചിക്കൻ റെഡിയായി. ഇനി ബീഫ് ഫ്രൈ ആക്കാൻ വെക്കാം. 1 2 പീസ് മതിയോ? ഞാൻ അറിഞ്ഞില്ല അപ്പം ഇത്രേ കുറച്ചേ കഴിക്കുള്ളൂന്ന്. ബീഫൊക്കെ ഇനി കുക്കായി വരട്ടെ. അതിൽ വേറൊരു ഐഡിയ ഉണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. അത് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു 2 എണ്ണം കൂടി അധികം ഉണ്ടാക്കാം. എവിടെ സ്മെൽട്ടർ? എവിടെ? 1 2 ഇപ്പൊ 2 എണ്ണത്തിന്റെ ആവശ്യമുണ്ട്. ഇനി 1 ഇവിടെയും 1 ഇവിടെയും വെച്ചിട്ട് നമുക്ക് ഇതില് അയണും വെക്കാം, ഇതില് ബീഫും വെക്കാം. നമുക്ക് ഇതിന്റെ പകുതി എടുക്കണം. ഇനി ഇതില് പകുതി വെക്കുക, ഇതിലും ഈ ഹാഫും കൂടി വെക്കുക. അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, അത് സ്മെൽട്ട് ആകുമ്പോ നമുക്ക് ഒരു വുഡ് കട്ട് ചെയ്യട്ടെ. അപ്പൊ ഗൈസ് നമ്മള് എന്താ പറയാ വുഡൊക്കെ കട്ട് ചെയ്ത് വന്ന്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഫുഡ് കഴിക്കണം. പിന്നെ ഇതൊക്കെ ആയോ എന്ന് കൂടി നോക്കണം. ഇതായോ? ബീഫായി. അപ്പം ഞമ്മക്ക് ഈ പോർക്ക് വെക്കാം. ഞമ്മക്ക് ഇതുമായി. അയണ് 8 എണ്ണത്തിൽ 9 എണ്ണം ആയിട്ടുള്ളൂ. ഇപ്പൊ 11 എണ്ണം ആയി. ഞമ്മക്ക് ഇതിന്ന് ഒരു ലെഗിൻസിലപ്പം നമ്മളൊക്കെ എല്ലാത്ത ലെഗിൻസ് ക്രാഫ്റ്റ് ചെയ്യാ. ഞാൻ എടുക്കുക. അപ്പൊ ഗൈസ് നമ്മളെ ഫസ്റ്റ് ഗോള് കംപ്ലീറ്റ് ആയി. ഫുൾ ആയാണ് ആർമർ. ഇനി ടൂൾസ് ഉണ്ടാക്കാനുള്ള ഉണ്ടോക്കട്ടെ. 4 അയണും കൂടി ഉണ്ട്. നമുക്കൊരു ആക്സും പാടി ഉണ്ടാക്കാം. പിന്നെ ഈ എപ്പിസോഡ് അല്ലെ നമുക്കൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം. അത് ഞാൻ മറന്നു. കാരണം വാട്ടർ ബക്കറ്റ് ഇല്ലാത്ത എന്ത് മൈൻക്രാഫ്റ്റ്. ക്ലച്ച് എന്തെങ്കിലും ചെയ്യണ്ട, നമുക്ക് വല്ല ഡേഞ്ചറും വന്നാ. അപ്പോ ഇതില് പ്രത്യേകിച്ചൊന്നും ഇല്ലേ. ഇതും വാട്ടർ ബക്കറ്റ് അവിടെ ഇതിലാ ഉണ്ടാവുക. ഇതിന്ന് ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ ഇതാ വാട്ടർ ബക്കറ്റും റെഡി. നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാ നമുക്കൊരു എന്താ പറയാ ഫസ്റ്റ് ബേസ് ഉണ്ടാക്കണം. ഫസ്റ്റ് ബേസ് എന്ന് വെച്ചാൽ പെർമനന്റ് ബേസ് ആവൂല, നമുക്ക് ജസ്റ്റ് നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രം. സ്റ്റാർട്ടർ ബേസ് അത് മാത്രം ഒന്ന് റെഡി ആക്കി എടുക്കണം. ബാക്കി ഫുള്ള് നമുക്ക് പിന്നെ മെല്ലെ മെല്ലെ ഉണ്ടാക്കാം. നമ്മളൊക്കെ കോള് കുറവ് തോന്നുന്നു ഇപ്പോ. അതെ, 1 2 തന്നെ ഉള്ളു നമ്മളൊക്കെ ഉള്ളു കോളൊക്കെ. നമുക്ക് വാട്ടർ ബക്കറ്റിൽ വാട്ടർ ഫില്ലാക്കണം. അത് വാട്ടർ എവിടെ പോയിട്ട് എവിടുന്നാന്നറിയില്ല. അയ്യോ, സോംബികളൊക്കെ എവിടേക്ക് ആയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ക്ലച്ച് അടിയൊക്കെ ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട്. ഹാർഡ് കോർ ആയതുകൊണ്ട് ടോട്ടവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. വേണം ഇവിടേക്കും ചെയ്യാം. ഇത് സക്സസ് ആയി. ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ ഇനി ഇങ്ങോട്ട് ഇറങ്ങാം. ഇനി നമുക്ക് പേടിക്കാല. ഇത് തന്നെയാണ് നമ്മളെ സ്റ്റാർട്ടർ ബേസ്. ഇനി നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോ ഡേർട്ട് അവിടെ? ഡേർട്ട് ഇല്ലേ? ഇത് എൻട്രൻസ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ടർ ബേസ് എന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് നമുക്ക് ഈ സൈഡൊന്ന് തൊള്ളൂരി മെയിൻ ചെയ്തെടുക്കാം. നമ്മൾ മൈനിങ് പരിപാടി ചെയ്തു. നമുക്കിവിടെ ലൈറ്റിങ് പരിപാടിയും കൂടിയുള്ളൂ. അതും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി ജസ്റ്റ് എല്ലാത്തും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. റെഡി, ബേസ് റെഡിയായി. ഇനി നമുക്ക് ഒരു ചെസ്റ്റും പാടിയും ക്രാഫ്റ്റ് ചെയ്യണം.
എവിടെ ഇനി ഇങ്ങോട്ട് പോയാൽ ഇതാ ഒരു ചെസ്റ്റ്, ഒരു സിംഗിൾ ചെസ്റ്റ്. ഇനി അത് നമുക്ക് ഇവിടെയും വെക്കാം. ഇത് തുറക്കുക, ഇനി വേണ്ടാത്ത സാധനം ഫുള്ള് ഇതിക്ക് ലോഡാക്കുക. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളുള്ള ഇപ്പോൾ കയ്യിൽ പിടിച്ചേക്കണേ. അയ്യോ, ഇനി ഇത് ഇങ്ങോട്ട് തന്നെ വരട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ കോഡ് നമ്മൾ എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അധികം ഒന്നും ചെയ്യാനില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബായ്. ഇപ്പോൾ പറഞ്ഞ മറക്കണ്ട, ഡു സബ്. നമ്മൾ റോഡ് ടു 50 ആണ്. ഇപ്പം എന്താ 48 ആയിട്ടുള്ളൂ. അപ്പോൾ ഡു സബ്. അപ്പോൾ ഒറ്റ ബൈ.